ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 4ാമത്തെ ശ്ലോകം നോക്കാം. സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാന പ്രജാനൻ കദാചിൽ ശൈലപ്രാന്തേ കർമ്മതാന്തസ്സരസ്യാം യൂഥൈഃ സാർത്ഥം ത്വത്പ്രണുന്നോഭിരേമേ. ഇനിയുമാണ് ഈ ഒരു കഥയ്ക്ക്, അതായത് ഗജേന്ദ്രമോക്ഷം എന്ന കഥയ്ക്ക് ആസ്പദമായ സംഭവം നടന്നത് വിവരിക്കുന്നത് ഈ ഒരു ശ്ലോകം മുതലാണ്. ഇവിടെ പറയുകയാണ് സ്വേന സ്ഥേംന. സ്വേന എന്ന് പറഞ്ഞാൽ തൻ്റെ, സ്ഥേംന ദിവ്യദേശത്വശക്തിയ. സ്ഥേംന എന്ന് പറഞ്ഞാൽ തൻ്റെ ശക്തി കൊണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു, ആ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവ് ആനയായപ്പോൾ ഗജേന്ദ്രനായിട്ടാണ് പിറന്നത്, ഗജന്മാരിൽ ഇന്ദ്രനായിട്ടാണ് ജനിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിയായ ശക്തിയുള്ളവനായിരുന്നു. അങ്ങനെ തൻ്റെ ശക്തി കൊണ്ടും ദിവ്യദേശത്വശക്തിയ, ആ ദിവ്യദേശത്തിൻ്റെ മഹത്വം കൊണ്ടും സോയം ഖേദാന പ്രജാനൻ കദാചിൽ. സോയം, സഹ അയമാണ് സോയം. സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ പുല്ലിംഗ ശബ്ദത്തിൽ അവൻ എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ അയം എന്ന് പറയുന്ന ആ ആന, ആ ഗജേന്ദ്രൻ ഖേദാൻ അപ്രജാനൻ, ഖേദാൻ അപ്രജാനൻ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഖേദാൻ അപ്രജാനൻ. ഖേദാൻ എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളെ, അപ്രജാനൻ അറിഞ്ഞതേയില്ല. എന്താ കഥാചിത്, കഥാചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. അപ്പോൾ ഇവിടെ ഭയങ്കര, ഈ ആനയുടെ കാര്യം എന്താ പറഞ്ഞാൽ അതിശക്തിയായിട്ടുള്ളവനാണ്, മറ്റുള്ള മൃഗങ്ങളെക്കാളൊക്കെ അതീവ ശക്തിശാലിയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള മൃഗങ്ങളൊന്നും ഈ ഒരു ആനയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉപദ്രവിക്കാനുള്ള ഒരു വ്യഗ്രത കാണിക്കുകയോ പോലും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ദുഃഖങ്ങളൊന്നും ഈ ഗജേന്ദ്രൻ അറിഞ്ഞതേയില്ല. അപ്പോൾ ഗജേന്ദ്രനും ഉത്തമ ബോധ്യമുണ്ട് ആ തൻ്റെ ശക്തി എത്രത്തോളം വലുതാണ് എന്നുള്ളത്. തന്നെയല്ല, ആ ഒരു ദേശത്തിൻ്റെ മഹിമയും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ആ ദേശത്തിൻ്റെ ഒരു സംസ്കാരം. കാരണം നമുക്കറിയാം, മലയപർവ്വതത്തിൽ വെച്ച് ഭഗവത് സേവയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഇന്ദ്രദ്യുമ്നൻ. അവിടെ നിന്നാണ് ഇവിടേക്ക്, ഇപ്പോൾ ഈ ഒരു ദേശത്തിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ തൻ്റെ ഉത്ഭവം, താൻ എവിടെ നിന്നാണോ വന്നത്, ആ ദേശത്തിൻ്റെ ഒരു മഹത്വം, അവിടെ താൻ സൂക്ഷിച്ചിരുന്ന ആ ആത്മീയമായ സംസ്കാരത്തിൻ്റെ ഒരു മഹത്വം, ഇതൊക്കെ കൊണ്ട് തന്നെ എല്ലാവർക്കും ആദരണീയനായിരുന്നു, ബഹുമാനിതനായിരുന്നു ഈ ഗജേന്ദ്രൻ എന്ന് പറയുന്ന ആന. അങ്ങനെയുള്ള ആ ആന മറ്റുള്ളവരുടെ യാതൊരു ഉപദ്രവങ്ങളും അതുകൊണ്ട് അറിഞ്ഞതേയില്ല എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരാരും അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠനായ ഒരു ആനയുടെ നേരെ നിൽക്കുക പോലും ചെയ്യുമായിരുന്നില്ല. അങ്ങനെയുള്ള ആ ആന കഥാചിൽ ഒരു ദിവസം, ഒരിക്കൽ ശൈലപ്രാന്തേ കർമ്മതാന്തസ്സരസ്യാം. ശൈലപ്രാന്തേ, ആ പർവ്വതത്തിൻ്റെ, ശൈലം എന്നാൽ പർവ്വതം, ശൈലപ്രാന്തേ പർവ്വതത്തിൻ്റെ അടുത്തുള്ള കർമ്മതാന്തസ്സരസ്യാം. കർമ്മതാന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ കർമ്മതാന്തസ്സരസ്യാം എന്നുള്ളത് കർമ്മതാന്തസരസ്യാം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കർമ്മതാന്തസരസ്യാം. കർമ്മതാന്ത എന്ന് പറഞ്ഞാൽ അതിയായിട്ടുള്ള
ചൂട് കൊണ്ട്, അതായത് ചൂടിൻ്റെ ആ ഒരു കാഠിന്യം കൊണ്ട്, അത്രമാത്രം ചൂടാണ്. അപ്പോൾ അങ്ങനെ ഒരു അത്യുഷ്ണ കാലത്ത്, ഒരു ഭയങ്കരമായ വേനൽ കാലത്ത് സരസ്യാം, സരസ്യം എന്ന് പറഞ്ഞാൽ താമരപ്പൊയ്കയിൽ യൂഥൈസാർത്ഥം ത്വത് പ്രണുന്നോഭിരേമേ. യൂഥൈസാർത്ഥം, യൂഥൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഗജേന്ദ്രൻ എന്ന ആന ഒറ്റയ്ക്കല്ല, പിന്നെ ആരുടെ കൂടെയാണ്? യൂഥൈസാർത്ഥം, തൻ്റെ കൂട്ടുകാരും മറ്റായിട്ടുള്ള മറ്റു പിടിയാനകളും മറ്റാനകളും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയത്. ത്വത് പ്രണുന്നോഭിരേമേ, ത്വത് പ്രണുന്നഹ അഭിരേമേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ത്വത് പ്രണുന്നോഭിരേമേ. ത്വത് പ്രണുന്നഹ എന്ന് പറഞ്ഞാൽ ഭഗവാനെ, അത് അങ്ങയുടെ പ്രേരണ മൂലമാണ് നടക്കുന്ന എല്ലാ കാര്യവും. ഭഗവാനെ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും നമുക്ക് തോന്നാം നമ്മൾ വിചാരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്തു, ഒരിക്കലുമല്ല. അന്നേരം അങ്ങനെയൊരു വിചാരം നമ്മളിൽ ഉണ്ടാക്കുന്നത് പോലും ഭഗവാനെ അവിടുത്തെ പ്രേരണ കൊണ്ടാണ്. അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തെ പ്രേരണ കൊണ്ട് ഈ ആനയ്ക്ക് മറ്റുള്ള ആനകളോടുകൂടി ഇവിടെ ഈ താമരപ്പൊയ്കയിൽ വന്നിട്ട് ഒന്ന് എന്താ പറഞ്ഞാൽ അഭിരേമേ, ഒന്ന് ക്രീഡിച്ച് രസിക്കണമെന്നൊക്കെ തോന്നി. ഇങ്ങനെ തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് തൻ്റെ തന്നെ ദേഹത്ത് കുറേ കൊരി ഒഴിക്കും. അതിനുശേഷം അടുത്ത് നിൽക്കുന്ന ആനകളുടെയൊക്കെ, അപ്പോൾ അത് വലിയൊരു താമരപ്പൊയ്കയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയൊരു പൊയ്കയല്ല, അത് വലിയൊരു പൊയ്കയാണ്. ഇത്രയേറെ ആനകളുമൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ആ പൊയ്കയിൽ ഇറങ്ങിയിട്ട് എല്ലാ ആനകളും തുമ്പിക്കൈയിൽ വെള്ളമെടുത്തിട്ട് തൻ്റെ തന്നെ തലവഴിയും ഒഴിക്കും. അടുത്ത് നിൽക്കുന്ന ആനകളുടെയൊക്കെ ദേഹത്തും കൊരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ അങ്ങനെ ക്രീഡിച്ച് രസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു നാൾ. ഇപ്പോൾ കഥ അങ്ങനെ തുടങ്ങിയതേയുള്ളൂ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാന പ്രജാനൻ കദാചിൽ ശൈലപ്രാന്തേ കർമ്മദാന്തസരസ്യാം യൂഥൈസാർത്ഥം ത്വത്പ്രണുന്നോഭിരേമേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സോയം, അവിടെ ഓകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഖേദാനപ്രജാനൻ, ഖേദാൻ അപ്രജാനനാണ്, അതുകൊണ്ട് തന്നെ നായ്ക്ക് ഖേദാനപ്രജാനൻ, നായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് കർമ്മദാന്തസരസ്യാം, അവിടെ സ കൂട്ടക്ഷരമാണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ യൂഥൈസാർത്ഥം, സ അവിടെയും സാർത്ഥം എന്ന് പറഞ്ഞാൽ കൂടെ, മറ്റുള്ള ആനകളോട് കൂടെ, അവിടെയും സ കൂട്ടക്ഷരം, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ത്വത് പ്രണുന്നോഭിരേമേ, ത്വത് പ്രണുന്നഹ അഭിരേമേ, ന കൂട്ടക്ഷരമാണ്, അതും ശ്രദ്ധിക്കുക. ഇത് ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് ഇങ്ങനെ വന്ന ആ ഒരു താമരപ്പൊയ്കയിൽ വന്ന് ഇങ്ങനെ ക്രീഡിച്ചു എന്ന് പറഞ്ഞു. അതിനു മുൻപ് അതുപോലെ ദിവ്യദേശത്വ ശക്തി, അവിടെയും നമുക്കത് രണ്ട് തരത്തിലെടുക്കാവുന്നതാണ്. താൻ ഉത്ഭവിച്ചു വന്നത് ഏതൊരു ദേശത്തു നിന്നാണോ ആ ഒരു ദേശത്തിൻ്റെ മഹത്വം, ആ മലയപർവ്വതത്തിൻ്റെ ഒരു മഹത്വം. ഇനി അതല്ല ദേശം എന്നുള്ളതിന് തൻ്റെ ശരീരം എന്നെടുത്താൽ പോലും അതും ഇവിടെ അർത്ഥവത്താണ്. കാരണം ആ ആനയുടെ ശരീരം അത്രമാത്രം ദിവ്യമാണ്. ആത്മീയമായ സംസ്കാരം അത്രയേറെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ശരീരമാണ് ഈ ആനയുടേത്. അഥവാ ആ ഒരു ആത്മീയമായ ഒരു സംസ്കാര സമ്പന്നത നിറഞ്ഞ ഒരു ജീവനാണ്, ഒരു പ്രാണനാണ് ഇവിടെ ഈ ആനയുടെ ശരീരം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടർത്ഥത്തിലും ഭഗവാനെ ആത്മീയതയുടെ ഒരു കൈത്താങ്ങ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അവിടെ ആ ആനയോടൊപ്പം ഉണ്ട്. അങ്ങനെയുള്ളിടത്ത് അങ്ങനെയുള്ള ആ ആനയ്ക്ക് ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് ഭഗവാനെ ഇങ്ങനെ ഒരു കാര്യം അവിടെ ആ പൊയ്കയിൽ ഇറങ്ങി ഇങ്ങനെ ക്രീഡിക്കണമെന്ന് തോന്നിയത്.
ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. ഹൂഹുസ്താവദ്ദേവലസ്യാപി ശാപാൽ ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാന ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. പറയാണ് ഇനി ആ കഥയിലേക്ക് ഒന്നുകൂടി ആഴത്തിലിറങ്ങുക. ഹൂഹുസ്താവദ്ദേവലസ്യാപി ശാപാൽ. ഹൂഹു എന്ന പേരുള്ളതായിട്ടുള്ള താവത് ദേവലസ്യ അപി. ഇവിടെ നോക്കൂ, ഹൂഹു താവത് ദേവലസ്യ അപി, ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് ഹൂഹുസ്താവദ്ദേവലസ്യാപി. അപ്പോൾ ഹൂഹു എന്ന് പേരുള്ളതായിട്ടുള്ള, ഇവിടെ ഹൂഹു എന്ന് പേരുള്ള ഒരു ഗന്ധർവൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ പേരുള്ള ഒരു ഗന്ധർവൻ താവത് ദേവലസ്യ അപി. താവത് അക്കാലത്ത്, അതായത് അന്നത്തെ കാലത്ത്, അതായത് അതിന് വളരെ മുമ്പ് നടന്ന ഒരു കഥയാണ് ഇനിയും പറയുന്നത്. ഇപ്പോൾ ഈ ആനയും മറ്റുള്ള ആനകളുടെയും കൂടെ രമിക്കാൻ ഇറങ്ങി എന്ന് പറഞ്ഞു. ഇനിയും വളരെ മുമ്പ് അതിനും മുൻപ് നടന്നൊരു കാര്യം പറയാം. ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ ഭഗവാനെ അക്കാലത്ത് ദേവലസ്യ അപി, ദേവലമുനിയുടെ അപി പോലും, അങ്ങനെ നടന്നു പോലും, എന്താ ദേവലസ്യാപി ശാപാത് ശാപം കൊണ്ട് ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാനഃ. ഗ്രാഹീഭൂതഃ തത് ജലേ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഗ്രാഹീഭൂതസ്തജ്ജലേ. ഗ്രാഹീഭൂതഃ എന്ന് പറഞ്ഞാൽ മുതലയായിട്ട് മാറി, തത് ജലേ ആ ജലത്തിൽ, അതായത് ഇപ്പോൾ ഈ ആനയും മറ്റുള്ള ആനകളും കൂടി അവിടെ ക്രീഡിക്കാൻ ഇറങ്ങിയ ആ ജലത്തിൽ, ആ താമരപ്പൊയ്കയിൽ പണ്ടൊരു കാലത്ത് ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവന് ദേവല മഹർഷിയുടെ ശാപം മൂലം മുതലയുടെ ഒരു രൂപം ധരിച്ചിട്ട് വർത്തമാനഃ കിടന്നിരുന്നു. അതായത് ആ വെള്ളത്തിൽ ജീവിച്ചിരുന്നു. അത് ആ മുതല മുൻപ് ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവനായിരുന്നു. ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ. ജഗ്രാഹൈനം, ജഗ്രാഹ ഏനം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ജഗ്രാഹൈനം. ജഗ്രാഹ എന്ന് പറഞ്ഞാൽ കയറി പിടിച്ചു. ഏനം എന്ന് പറഞ്ഞാൽ ഈ. ഹസ്തിനം ആനയുടെ പാദദേശേ കാലിൽ കയറി അങ്ങോട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ കാലിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചു മുതല കയറി. അപ്പോൾ ഏത് നമ്മുടെ ഗജേന്ദ്രൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ ധാരാളം ആനകൾ ഇറങ്ങിയിരുന്നു. ആ സമയത്ത് അവർ ക്രീഡിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഗജേന്ദ്രൻ്റെ കാലിൽ ഒരു മുതല കയറി പിടിച്ചിട്ട് ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. ശാന്ത്യർത്ഥം ഭഗവാനെ, ശാന്ത്യർത്ഥം എന്ന് പറഞ്ഞാൽ ശാന്തി നൽകുന്നവനായിട്ട്. ഹി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഭഗവാനെ, അവിടുന്ന് തൻ്റെ ഭക്തർക്കൊക്കെയും ശാന്തി നൽകുന്നവനാണല്ലോ. അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് ശ്രാന്തിദോസി, ശ്രാന്തിദഃ അസി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ശ്രാന്തിദോസി. വളരെ കഷ്ടമുള്ളതാക്കി തീർത്തുവല്ലോ. അവിടുത്തെക്കുറിച്ച് എല്ലാ ഭക്തജനങ്ങളും എല്ലാ ജ്ഞാനികളും പറയുന്ന, അല്ലയോ ഭഗവാനെ, അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ശാന്തി കൊടുക്കുന്നവനാണ്, സമാധാനത്തെ കൊടുക്കുന്നവനാണ്, സന്തോഷത്തെ നൽകുന്നവനാണ്. പക്ഷേ അങ്ങനെയുള്ള അവിടുത്തെ ഭക്തനായിട്ടുള്ള ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ആ പാണ്ഡ്യരാജാവ് ഇപ്പോൾ ആനയായിട്ട്, അതും അങ്ങയെ സേവിച്ചതിൻ്റെ പേരിൽ ഒരു ശാപം കിട്ടി ഇവിടെ വന്ന് ആനയായി പിറന്ന് ഈ താമരപ്പൊയ്കയിൽ ഇറങ്ങിയപ്പോൾ ഭഗവാനെ, അവിടുത്തെ നിശ്ചയമാണ് അതും നടന്നത്. എന്നിട്ടും ഭഗവാനെ, അവിടുത്തെ ഈ ഭക്തൻ്റെ കാലിൽ അവിടെയുണ്ടായിരുന്ന ആ മുതല കയറി പിടിച്ചുവല്ലോ. ശാന്തി കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ അങ്ങയുടെ ഭക്തനായിട്ടുള്ള ആ ഇന്ദ്രദ്യുമ്നന് ക്ലേശത്തെയാണല്ലോ ഭഗവാനെ അവിടുന്ന് കൊടുത്തത്. സ്വകാനാം എന്ന് പറഞ്ഞാൽ തൻ്റെ
ഭക്തന്മാർക്ക് പൊതുവെ അങ്ങ് എപ്പോഴും ഭക്തന്മാർക്ക് അമരത്വത്തെ കൊടുക്കുന്നവനാണ്. അതായത് മരണമില്ലാത്ത ഒരവസ്ഥ, ശാന്തി, എന്നെന്ന് നിത്യശാന്തിയെ കൊടുക്കുന്നവനാണ് ഭഗവാനെ അവിടുന്ന്. പക്ഷെ അങ്ങ് ഇപ്പോൾ ചെയ്ത ഈ ഒരു അങ്ങയുടെ നിശ്ചയമാണ് ഈ നടക്കുന്നതൊക്കെ. അങ്ങ് തന്നെയാണ് കൽപ്പിച്ചത് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുള്ളത്. ഈ ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവൻ മുതലയായി വന്നപ്പോൾ ഈ ആനയുടെ കാലിൽ പിടിച്ചത് അതും അവിടുത്തെ സങ്കല്പമാണ് ഭഗവാനെ. എന്നാലും ചോദിച്ചു പോവുക ഭഗവാനെ, എല്ലാവർക്കും ശാന്തിയെ കൊടുക്കുന്ന അവിടുന്ന് എന്തിനാ ഇങ്ങനെ ഭക്തരെ കഷ്ടപ്പെടുത്തുന്നത്, ക്ലേശിപ്പിക്കുന്നത്? നമ്മളുമൊക്കെ പലപ്പോഴും ചോദിച്ചു പോയിട്ടുണ്ട് പല സങ്കടങ്ങളും. അത് നമ്മുടെ ജീവിതത്തിലേ ആവാം, മറ്റുള്ളവരുടെ ജീവിതത്തിലേ ആവാം. ലോകത്ത് നടക്കുന്ന മറ്റു പല സംഭവങ്ങളും കാണുമ്പോഴും നമ്മൾ ചോദിച്ചു പോയിട്ടുണ്ട്, എന്തിനാ ഭഗവാനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്, അവർക്കൊരു ആശ്വാസം കൊടുത്തുകൂടെ എന്ന് പലപ്പോഴും നമ്മളുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം അല്ലേ? ഇവിടെയും നോക്കൂ, അതും ഭഗവാന്റെ നിശ്ചയമാണ്. നമ്മൾ കഴിഞ്ഞ പല ഭഗവാന്റെ ലീലകളിലും പറഞ്ഞതുപോലെ ദുഃഖം അതിൻ്റെ പാരമ്യതയിൽ കൊടുക്കുന്നത് ഭഗവാൻ എപ്പോഴും തന്നോട് ചേർക്കാൻ സമയമാകുമ്പോഴാണ്. അവിടെ നിന്നൊരു മോചനം, ആ ദുഃഖത്തിൽ നിന്നും എന്നേക്കുമായിട്ടൊരു മോചനം കൊടുത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ എപ്പോഴും ദുഃഖത്തെ കൊടുക്കുന്നത്. ഇവിടെ ഈ ആനയ്ക്ക് ഇങ്ങനെ ഒരു ഗതി, ഇങ്ങനെ ഒരു കഷ്ടത്തെ ഭഗവാനെ കൊടുത്തുവല്ലോ എന്ന് നമ്മളെപ്പോലെ തന്നെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും ചോദിച്ചു പോവുകയാണ്. അങ്ങയ്ക്ക് എങ്ങനെ ഇങ്ങനെ മനസ്സ് വരുന്ന ഭഗവാനെ? അങ്ങ് ഭക്തർക്ക് ശാന്തി സമാധാനം കൊടുക്കുന്നവനല്ലേ, പിന്നെന്തേ ഇപ്പോൾ ഈ ആനയ്ക്ക് ഇങ്ങനെയൊരു കഷ്ടത്തെ കൊടുത്തത് എന്ന് നമ്മളെപ്പോലെ ഇതിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകാരനും അറിയാതെ ചോദിച്ചു പോവുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഹൂഹുസ്താവദ്ദേവലസ്യാവി ശാപാദ്ഗ്രാഹീ ഭൂതസ്തജ്ജലേ വർത്തമാന ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹൂഹുസ്താവദ്ദേവലസ്യാപി, അതത്രയും കഴിയുന്ന ചേർത്ത് വായിക്കുക. അതുപോലെ താവത ദേവലസ്യാപി, ദ കൂട്ടക്ഷരമാണ്. ഹൂഹുസ്താവദ്ദേവലസ്യാപി, അത് ശ്രദ്ധിക്കുക. അതുപോലെ ഗ്രാഹീഭൂതസ്തജ്ജലേ, ജ കൂട്ടക്ഷരമാണ്. വർത്തമാന, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ശ്രാന്തിദോസി, അവിടെ ഓകാരം നീട്ടിയെടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇവിടെ ആ ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവൻ്റെ കഥ പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയാതെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അതൊന്ന് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പോയി. ആ ഒരു ഗന്ധർവനാണല്ലോ ഇവിടെ മുതലയായി വന്ന് കിടന്നത് എന്ന് മാത്രം പറഞ്ഞു പോയി. അത് ഭാഗവതത്തിൽ കുറച്ചുകൂടി നന്നായിട്ടത് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവനുണ്ടായിരുന്നു. അദ്ദേഹം കശ്യപ പ്രജാപതിയുടെ പുത്രനായിരുന്നു. കശ്യപ പ്രജാപതിക്ക് പ്രാഥ എന്ന് പറയുന്ന ഒരു ഭാര്യയിൽ ജനിച്ച പുത്രനായിരുന്നു ഈ ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവന്. അങ്ങനെ ഒരിക്കൽ ഈ ഗന്ധർവൻ ത്രികൂടാചലത്തിൻ്റെ താഴ്വരയിൽ, അവിടെ ഒരു തടാകമുണ്ട്, ആ തടാകത്തിൻ്റെ കരയിലായിരുന്നു ദേവലൻ എന്ന് പറയുന്ന ഒരു മഹർഷി തപസ് ചെയ്ത് താമസിച്ചു വന്നത്. അങ്ങനെ ഒരു ദിവസം ഈ ദേവലൻ എന്ന് പറയുന്ന മഹർഷി കുളിക്കുന്നതിനായിക്കൊണ്ട് ഈ തടാകത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ ആ സമയത്ത് ഈ ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവൻ അവിടെ മറ്റ് സ്ത്രീകളുമായിട്ട് ചേർന്ന് ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ ദേവലൻ എന്ന് പറയുന്ന മഹർഷി വന്നപ്പോൾ ഈ ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവന് ഒരു കുസൃതി തോന്നി. അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വെള്ളത്തിനടിയിലേക്ക് അദ്ദേഹം ഊളിയിട്ടിറങ്ങിയിട്ട് വെള്ളത്തിനടിയിൽ കൂടി തന്നെ വന്നിട്ട് അവിടെ കുളിക്കാനായിട്ടിറങ്ങിയ ആ ദേവല മഹർഷിയുടെ കാലിൽ കയറി പിടിച്ചു. ആ സമയത്ത് ദേവല മഹർഷിക്ക് അതിയായ കോപം വരികയും അങ്ങനെ ശപിക്കുകയുമാണ് ചെയ്യുന്നത്. നീ ഒരു
മുതലയായി തീരട്ടെ എന്ന് പറഞ്ഞ് ശാപം കൊടുത്തു വിടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവൻ ഈ ത്രികൂടാചലത്തിൻ്റെ താഴ്വരയിൽ അങ്ങനെ ഒരു മുതലയായിട്ട് കിടക്കാൻ ഇടവരുന്നത്. അതും ഭഗവാന്റെ ഒരു കരുതൽ എന്നേ പറയേണ്ടു. കാരണം ഇവിടെ ഈ ഈ ഗജേന്ദ്രൻ ഇറങ്ങുമ്പോൾ ഈ മുതല കാലിൽ പിടിക്കണം എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ്, അതാരാലും തടുക്കാവതല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള ആ ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന രാജാവ്, ഭഗവാന്റെ വലിയൊരു ഭക്തനാണ്, സേവകനാണ് ആ ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന രാജാവ്. ആ രാജാവിനെ ഇങ്ങനെ ഒരു ആനയുടെ രൂപമെടുപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാന് തന്നെ ഒരു കാരുണ്യം തോന്നി. ഭഗവാൻ ഇനി അടുത്ത തൻ്റെ ലീലയ്ക്കുള്ള ഒരു കളമൊരുക്കലാണിവിടെ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ മുതലയെ കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നതും. അങ്ങനെ ആ ഒരു ഗന്ധർവൻ, ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവൻ ഒരു വികൃതി തോന്നിയതും വികൃതി ചെയ്തതും ശാപം കിട്ടിയതും മുതലയായി തീർന്നതും ഒക്കെ ഭഗവാനെ അവിടുത്തെ നിശ്ചയമായിരുന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ ആനയുടെ കാലിൽ കടുപ്പിച്ചത് ഭഗവാനെ അതും അവിടുത്തെ സങ്കല്പമായിരുന്നു. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.